ഗായ്സ്, ഞാനിപ്പോൾ ചാലിയം ബീച്ചിലാണ് ഉള്ളത് കേട്ടോ. ചാലിയം ബീച്ച് മുഹമ്മദ് റിയാസ് കുട്ടി ആഘോഷിച്ച് ഭയങ്കര ഉദ്ഘാടനമൊക്കെ ചെയ്തു പോയതാണ് സംഭവങ്ങളാണ്. ഏകദേശം 38 കോടി ബഡ്ജറ്റിൽ ഉണ്ടാക്കിയൊരു പ്രൊജക്റ്റാണെന്നത് അറിയാൻ കഴിഞ്ഞത് ഞാൻ ഇവിടെ അന്വേഷിച്ചപ്പോൾ. ഇതിൻ്റെ ഒരു അവസ്ഥയാണിത്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഓരോ ഷോപ്പുകൾ ഇതിൻ്റെ ബിനാമികളായിട്ടുള്ള ആൾക്കാർ ഒന്നിച്ചിത് എടുത്തിട്ട് അവർ 5 ലക്ഷം റുപ്യ വാടക അഡ്വാൻസും മറ്റു വാടകകളൊക്കെ ചോദിച്ച കാരണം അതും ഇവിടെ കടലിൻ്റെ അടുത്ത് താമസിക്കുന്ന ഒരാൾക്കും നാട്ടുകാർക്കൊന്നും ഇതിൽ കടകൾ അവർ കൊടുക്കാൻ, അവർക്ക് ബിസിനസ് ചെയ്യാനൊന്നും ചാൻസ് ഇല്ലാത്തത് കാരണം കടലിൻ്റെ മക്കളും ബിനാമികളുമായുള്ള ഏറ്റുമുട്ടലിൽ ഇതിങ്ങനെ കിടന്ന് ഇപ്പോൾ ഇത് ആർക്കും ഇല്ലാതെ നശിച്ചു പോവാണ്. ഫുള്ള് കടകളിലും വെള്ളം കയറി ഇതിൻ്റെ മേലെ ഷീറ്റുകളൊക്കെ പാറിപ്പോയിട്ടുണ്ട്. ഏകദേശം ഒരു 3-4 മാസം മുമ്പാണ് ഇപ്പോൾ ഇതിൻ്റെ ഈ പ്രൊജക്റ്റ് ഇവിടെ പണി തീർന്ന് ഉദ്ഘാടനം, ഭയങ്കര സംഭവമായിട്ടുള്ള ഉദ്ഘാടനമൊക്കെ നടന്നത്. ഇനി ഞാൻ കാണിച്ചു തരാം. 4 മാസമായിട്ട് ഇതിൻ്റെ മേലെ ഷീറ്റാണ്. ഇത് കണ്ട, കാറ്റ് വന്ന് പാറിപ്പോയതാണ്. 38 കോടിൻ്റെ 14 കോട്ടേജുകളാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഈ നടപ്പാത എത്ര കണ്ട് ഫണ്ടുകൾ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞിക്കണമെന്ന് നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ അറിയാൻ പറ്റും. ഫുള്ള് പുല്ലായിട്ട് ഇത് കണ്ട. അതിൻ്റെ മേലെ റൂഫൊക്കെ നോക്കിയാൽ, ആ റൂഫ് നോക്കിയാൽ റൂഫൊക്കെ പാറിപ്പോയിട്ടുണ്ട്. ഫുള്ള് ഷീറ്റ്, അതായത് സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്ത ടെമ്പററി വർക്കാണ്. ആളുകളെ കണ്ണിൽ പൊടിയിടുക എന്ന് അറിയില്ല. അപ്പോൾ എന്തായിട്ട് കടലിൻ്റെ മക്കളെതിരായപ്പോൾ കടലിൽ ഷീറ്റടിച്ച് കച്ചവടം ചെയ്യണതിന് വിഷയമൊന്നുമില്ലല്ലോ അറിഞ്ഞിട്ട് മന്ത്രിമാരുടെ ബിനാമികളുമായിട്ട് തെറ്റി അവരിവിടെയൊക്കെ കടകൾ നേരെ ഓപ്പോസിറ്റ്, അവർക്ക് കട തുടങ്ങാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ നേരെ ഓപ്പോസിറ്റ് അവർ പെട്ടിക്കടകളിട്ട് ആകെ അലങ്കോലാക്കിയെന്നല്ല, അവരെ നിത്യജീവിതത്തിന് വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് അവർ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത് സർക്കാരും ഇവിടുത്തെ ജനപ്രതിനിധികളുമായി സംസാരിച്ച് ഒരു ഒത്തുതീർപ്പിൽ വരികയാണെങ്കിൽ ഇത് നല്ല ഭംഗിയിൽ കൊണ്ടുനടക്കാൻ പറ്റുന്ന വിഷയമേ ഉള്ളൂ. പക്ഷേ ഇതാരും ചെയ്യാനോ നോക്കാനോ അധികൃതരോ ആരും തയ്യാറല്ല. അതാണ് ഈ നാട്ടിലെ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞ കേസുകളാണ് ഇപ്പോൾ ഞാൻ സംസാരിച്ചത് കേട്ടോ. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞതുകൊണ്ടാണ്. അതാണ് അവസ്ഥ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.